നമ്മൾ ഇന്ന് നിൽക്കുന്നത് ധാരാളം മാംഗോ പൾപ്പ് ഉണ്ടാക്കുന്ന തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂജൻ ആഗ്രോ പ്രോസസേഴ്സിന്റെ ഫാക്ടറിയിലാണ്. മാംഗോ പൾപ്പ് എന്ന് പറഞ്ഞാൽ മാങ്ങ കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുന്നതിനാണ്. ജ്യൂസ്, ഐസ്ക്രീം, ജാം, ഷേക്ക്, പുഡിംഗ് എല്ലാം ഉണ്ടാക്കാം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ധാരാളം മാംഗോ പൾപ്പ് ഉണ്ടാക്കുന്ന തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂജൻ ആഗ്രോ പ്രോസസേഴ്സിന്റെ ഫാക്ടറിയിലാണ്. വലിയ മതിൽക്കെട്ടിനുള്ളിൽ മെഷീൻ ഉപയോഗിച്ച് നിറയെ മാമ്പഴം ഇടിച്ചു പിഴിഞ്ഞ് ദിവസവും ടൺ കണക്കിന് മാമ്പഴ പൾപ്പ് ഉണ്ടാക്കുന്ന ഒരിടം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ന്യൂജൻ ആഗ്രോ പ്രോസസേഴ്സിനെ പറയാം. നല്ല ക്വാളിറ്റിയുള്ള അൽഫോൺസോ മാമ്പഴവും തോത്താപുരി മാമ്പഴവുമാണ് ഇവിടെ പൾപ്പ് ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഇന്നിതാ അൽഫോൺസോ മാങ്ങയാണ് പ്രോസസിംഗിന് എടുത്തിരിക്കുന്നത്. കൊട്ടക്കണക്കിന് മാമ്പഴം അടുക്കി പെറുക്കിയെടുത്ത് ക്ലോറിനേറ്റ് ചെയ്യുന്നതാണ് പൾപ്പ് ഫാക്ടറിയിലെ ഇന്നത്തെ ആദ്യ പ്രോസസിംഗ്. വളരെ ചെറിയ ക്ലോറിൻ അനുതാപമുള്ള വെള്ളത്തിൽ കഴുകിയെടുത്ത് കീടാണുക്കളെ കൊല്ലുന്ന ഒരു പ്രക്രിയയാണിത്. നന്നായി ക്ലോറിനേറ്റ് ചെയ്ത മാമ്പഴം അവിടെ നിന്നും ഡീക്ലോറിനേറ്റ് ചെയ്യാനായി വെള്ളം നിറച്ച മറ്റൊരു മെഷീനിൽ കടത്തിവിടും. അവിടെ നന്നായി വാഷ് ചെയ്ത് ക്ലോറിൻ അംശമെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കും. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ മാമ്പഴങ്ങളുടെ ഞെട്ട് മുറിച്ച് കളഞ്ഞ് ഡീസ്റ്റോണറിലേക്ക് ഇടും. ഇവിടെയാണ് മാമ്പഴത്തിന്റെ തോലും മാവണ്ടിയും കളയുന്നത്. അങ്ങനെ അതെല്ലാം കളഞ്ഞ് റിഫൈനറിൽ കടത്തി മാമ്പഴത്തിന്റെ നാര് കളയുകയും പൾപ്പ് വേർതിരിക്കുകയും ചെയ്യും. ഇവിടെ നിന്ന് റിഫൈൻ ചെയ്ത പൾപ്പ് കളക്ഷൻ ടാങ്കിൽ ശേഖരിച്ച ശേഷം പ്രീ ഫിറ്ററിലേക്ക് വിടും. അവിടെ 65 മുതൽ 70 ഡിഗ്രി സെൽഷ്യസിൽ വരെ ചൂടാക്കി കീടങ്ങളെ പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തും. പിന്നീട് ബാലൻസ് ടാങ്കിലേക്കും അവിടെ നിന്നും തോലിന്റെ ശേഷിപ്പോ മറ്റോ ഉണ്ടെങ്കിൽ കളയാനായി ഡീകാൻഡറിലേക്കും അയക്കും. ഡീകാൻഡറിൽ നിന്നും ഒഴുകി വരുന്ന പൾപ്പ് സ്റ്റാൻഡർഡൈസേഷൻ ടാങ്കിൽ ശേഖരിക്കും. അവിടെ പൾപ്പിനുള്ളിലെ ആസിഡിന്റെ അളവ് പരിശോധിച്ച് ചിട്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് മെറ്റൽ ഡിറ്റക്ടറിലേക്ക് പൾപ്പ് കടത്തിവിട്ട് മെറ്റൽ അംശങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. ഇനി മാമ്പഴപ്പൾപ്പ് പോകുന്നത് അവസാന പ്രോസസിംഗിനായി സ്റ്റെറിലൈസറിലേക്കാണ്. അവിടെ പൾപ്പ് ചൂടാക്കുകയും പിന്നീട് തണുപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം ഓരോ ബാച്ച് പൾപ്പും ഓരോ മണിക്കൂർ ഇടവിട്ട് ബയോ ലബോറട്ടറിയിലേക്ക് എത്തിച്ച് ക്വാളിറ്റി പരിശോധിക്കും. പൾപ്പിന്റെ കട്ടിയും സിട്രിക് ആസിഡിന്റെ അളവും എല്ലാം കൃത്യമാണോ എന്നാണ് പരിശോധന. അതുകൂടി ഉറപ്പുവരുത്തിയാൽ മാമ്പഴ പൾപ്പ് റെഡിയാണ്. ഇനിയുള്ള അവസാന പരിപാടി ഇതെല്ലാം പാക്ക് ചെയ്യുക എന്നതാണ്. തയ്യാറാക്കി വെച്ച ബാരലുകളിലേക്ക് വളരെ വൃത്തിയോടെയും ശ്രദ്ധയോടെയും പൾപ്പ് നിറച്ച് സീൽ ചെയ്ത് വെയർഹൌസിലേക്ക് കൊണ്ടുപോകും. അവിടെ സൂക്ഷിക്കുന്ന ബാരലുകളിൽ ഈ പൾപ്പ് ഏറെ നാൾ കേടുകൂടാതെ ഇരിക്കും. പിന്നീട് ഇത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാനും സാധിക്കും. അങ്ങനെ ലോകത്തെവിടെ നിന്നും മാമ്പഴത്തിന്റെ രുചി ആസ്വദിക്കാൻ പറ്റുമെന്നതാണ് പൾപ്പ് ഉൽപാദനം കൊണ്ട് സാധിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും കുറെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാവും. സോ ഗുഡ് ബൈ ഫ്രണ്ട്സ്, ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.